Hi friends, welcome back to EduTutor. ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 10 എന്ന സബ്ജക്റ്റിൽ ബ്ലോക്ക് 1 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2ൽ യൂണിറ്റ് 1ഉം യൂണിറ്റ് 2ഉം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക്സ് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം ബ്ലോക്ക് 2 യൂണിറ്റ് 3 കാണാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൈക്കിൾ മധുസൂദൻ ദത്തിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, മൈക്കിൾ മധുസൂദനൻ ഹിന്ദു കോളേജ് ഓഫ് കൽക്കറ്റയിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അദ്ദേഹം ധാരാളം കോൺട്രിബ്യൂഷൻസ് ഹിന്ദു കോളേജ് ഓഫ് കൽക്കറ്റയിലും അതുപോലെ നമ്മളുടെ ലിറ്ററേച്ചറിലും ധാരാളം നൽകിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അങ്ങനെ ധാരാളം പഠിക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. കുറച്ച് ലെങ്തിയാണ്. നിങ്ങൾക്കറിയാം, MEG പഠിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇനി സ്കിപ്പ് ചെയ്യുമ്പോൾ അവിടെയായിരിക്കും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ ഉണ്ടായിരിക്കുക. സോ ലെറ്റ്സ് ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഡോണ്ട് സ്കിപ്പ് ദ വീഡിയോ. വാച്ച് കണ്ടിന്യൂസ്ലി. Introduction. Michael Madhusudan Dutt is one of the greatest poets between Bharatchandra Roy and Rabindranath Tagore. His literary works in Bengali is remarkable. He was named as Madhusudanan Dutt in 1824 by birth. Later, educated at Calcutta's Hindu College and Bishop's College, he was converted into Christianity in order to get free education at Bishop's College. മധുസൂദനൻ ദത്ത് ജനിച്ചത് 1824 ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഹിന്ദു കോളേജിലാണ് അദ്ദേഹം പഠിച്ചതും വളർന്നതൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വളർച്ച തന്നെ അവിടെ നിന്ന് തന്നെയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ബിഷപ്സ് കോളേജിലൊക്കെ പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ടായിരിക്കാം അദ്ദേഹം ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യൻ മതം സ്വീകരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും അതുപോലെ തന്നെ ഭരത്ചന്ദ്ര റോയുടെ ആ സമയത്തുള്ള ഒരു ഗ്രേറ്റസ്റ്റ് പോയിറ്റ്സുകളിൽ ഒരു പോയിറ്റാണ് ഇദ്ദേഹം. ദ ഹിന്ദു കോളേജ് ആൻഡ് മൈക്കിൾ മധുസൂദനൻ ദത്ത്. After the Derosio's departure from Hindu College, Calcutta, Madhusudanan Dutt entered there as a student. But Dutt has the ideas of Derosio in his writings. Dutt had taken inspiration from Captain David Lester Richardson, who was a teacher at Hindu College. Initially, he had written in English for years. Richardson was a poet. Some of his poems have published. He was an extremely gifted teacher, praised by Macaulay. Dutt was the second Indian English writer to write in the sonnet, and the first was Derosio. It can be seen that Dutt's writings have the similarity with Derosio. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ 2 പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. ഒന്ന് ഡെറോസിയോ, 2 മാക്കുലെ. 2 ആളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഡെറോസിയോ നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. ഡെറോസിയോനെ കുറിച്ച് ആരായിരുന്നു ഡെറോസിയോ? ഹിന്ദു കോളേജ് ഓഫ് കാലിക്കറ്റിലെ ഒരു എന്താ പറയുക, നല്ലൊരു ടീച്ചറായിരുന്നു, ഒരു ബെസ്റ്റ് ടീച്ചറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ അവിടുന്ന് സസ്പെൻഡ് ചെയ്യാണ്. ആ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇനി ആരാണ് മാക്കുലെ? മാക്കുലെ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് യൂറോപ്യൻ ആ ഒരു വിഭാഗത്തിൻ്റെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ അദ്ദേഹം കാരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ എന്താ പറയുക പ്രൊമോട്ട് ചെയ്തത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു മാക്കുലെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഡെറോസിയോയുടെ ഡിപ്പാർച്ചറിന് ശേഷം, അല്ലെങ്കിൽ ഹിന്ദു കോളേജ് ഓഫ് കാലിക്കറ്റയിൽ നിന്നും പോയല്ലോ അദ്ദേഹം, അതിനുശേഷം വന്ന ഒരു വ്യക്തിയാണ് മധുസൂദനൻ ദത്ത്. പക്ഷേ മധുസൂദനൻ അവിടെ വന്നത് ടീച്ചറായിട്ടൊന്നുമല്ല, ഒരു സ്റ്റുഡൻ്റായിട്ടാണ്.
പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡെറോസിക്ക് ശേഷമാണ് അവിടെ മധുസൂദനൻ വന്നു എങ്കിലും അദ്ദേഹത്തിന് ഈ ഡെറോസിയോട് കുറേ ഐഡിയാസ് കിട്ടിയിട്ടുണ്ട്. എഴുത്തിലൊക്കെ പ്രത്യേകിച്ച് നമുക്കത് കാണാൻ സാധിക്കും. ഡെറോസിയുടെ ആ ഐഡിയാസ് എടുത്തിട്ടാണ് ഇദ്ദേഹം മധുസൂദനൻ ദത്ത് എഴുതിയിട്ടുള്ളത്. ചിലപ്പോൾ മധുസൂദനൻ അദ്ദേഹത്തിൻ്റെ ഡെറോസിയോയുടെ റൈറ്റിങ്സൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം, അത് നമുക്കറിയില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളിവിടെ കാണുന്നുണ്ട്. പിന്നെ റിച്ചാർഡ്സണിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. റിച്ചാർഡ്സൺ ആരാണ്? റിച്ചാർഡ്സൺ എന്ന് പറയുന്നത് ഈ ഹിന്ദു കോളേജ് ഓഫ് കാൽക്കറ്റയിൽ മധുസൂദനൻ ദത്ത് വന്ന് പഠിക്കാൻ വന്നപ്പോൾ അവിടെയുള്ള ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ടീച്ചറാണ്. റിച്ചാർഡ്സൺ ഒരു പോയറ്റും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കുറേ പോയംസൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാക്കുലനെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം ഈ റിച്ചാർഡ്സണിനെ പ്രേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മാക്കുലെ. പ്രേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പുട്ടപ്പ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അപ്രിഷ്യേറ്റ് ചെയ്യാന്ന്. അങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് മാക്കുലെ. മാക്കുലെയൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചാർഡ്സണിന് അത്രയും ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇനി ദത്ത് ഒത്തിരി ഇംഗ്ലീഷ് റൈറ്റിങ്സൊക്കെ എഴുതാൻ തുടങ്ങിയതും ഈ സോനറ്റ്സ് ആയാലും ഇതൊക്കെ എഴുതാൻ തുടങ്ങിയതും പബ്ലിഷ് ചെയ്തതൊക്കെ റിച്ചാർഡ്സണിൻ്റെ ഒരു ഹാൻഡ് ബാക്കിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ സപ്പോർട്ട് ഉണ്ടായിരുന്നു നമ്മുടെ മധുസൂദനൻ ദത്തിന്. ഓക്കെ. A personal intellectual biography of Michael Madhusudanan Dutt. Madhusudanan Dutt was born on January 25, 1824 in the village of Sagardanri in Bengal. His parents were Rajnarayan and Janavi. His parents were educated. The couple's both the sons, younger than Madhusudanan, died. They moved to Calcutta. ജനുവരി 25, 1824 മധുസൂദനൻ ജനിച്ചത്. അദ്ദേഹം ജനിച്ചത് ബംഗാളിലൊരു വില്ലേജിലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പേരൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അവർ അവിടെ നിന്നും ബംഗാളിൽ നിന്നും കൽക്കട്ടയിലോട്ട് സ്ഥലം മാറി വരിക ചെയ്യുന്നത്. വെച്ചാൽ അവിടെ നിന്ന് അവർ മാറിപ്പോകാൻ കാരണം അവരുടെ മധുസൂദനൻ്റെ 2 അനിയന്മാർ അവർ മരിക്കുകയാണ്. അങ്ങനെ ആ മരിച്ച അതിൻ്റെ ദുഃഖത്തിലൊക്കെയാണ് ഇവരവിടെ നിന്നും മാറുന്നത്. Madhusudanan attended a grammar school at Lal Bazar. He learned Latin and Hebrew. After 5 years of grammar school, he joined Hindu College, Calcutta in 1937. He found a kind of rebellion in the college between the Hindu society and British nature. He was against the orthodox mindset of Hindus that converted him to Christianity in 1840. It may not be the Christian belief that made him to be a Christian, but the culture, language, and the way of living he drawn from Britishers. That is modern and enlightened point of view. He received a gold medal for his writings. ലാൽ ബസാർ എന്നൊരു സ്കൂളാണ് നമ്മുടെ മധുസൂദനൻ ലാറ്റിൻ, ഹീബ്രു, ഗ്രാമർ ഇതൊക്കെ പഠിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് 5 വർഷം അദ്ദേഹം ഹിന്ദു കോളേജ് ഓഫ് കാൽക്കറ്റയിൽ 1937 മുതൽ ജോയിൻ ചെയ്തത്. ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹിന്ദു സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻസും നമ്മുടെ ബ്രിട്ടീഷ് നേച്ചറും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷേഴ്സും ഇന്ത്യൻസും തമ്മിൽ ഭയങ്കര പോരാട്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷേഴ്സ് ഇന്ത്യൻസിന് മേലെ അധികാരം സ്ഥാപിക്കുന്നതൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്, കാണുന്നുണ്ട്. ഇവിടെ അദ്ദേഹം പക്ഷെ നോട്ട് ചെയ്തത് വേറൊരു കാര്യമായിരുന്നു. നമ്മുടെ ഹിന്ദു സൊസൈറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻസിൻ്റെ ഒരു ഓർത്തഡോക്സ് മൈൻഡ് സെറ്റ് അതായിരുന്നു അദ്ദേഹം കണ്ടിരുന്നതും അദ്ദേഹം അതിനെ എതിർക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചു, രാജാറാം മോഹൻ റോയ്, ഡെറോസിയോ ഇവരൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. ഈ സൂപ്പർസ്റ്റിഷ്യൻസിനും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന ഇതുപോലത്തെ ഓർത്തഡോക്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരായിരുന്നു ഇവർ. ഇതുപോലെ തന്നെ അപ്പോൾ ഫോളോ അപ്പ് ആണ് നെക്സ്റ്റ് മധുസൂദനൻ ദത്ത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ ഒരേ പാറ്റേൺ ആണ് വരുന്നത്. ഇവരെല്ലാവരും എഗെയിൻസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ സൂപ്പർസ്റ്റിഷ്യൻസും അതുപോലെ ഓർത്തഡോക്സ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിനോടും.
ഓക്കെ, അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് തന്നെ ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു വേ ഓഫ് ലിവിങ് ആണ്. അല്ലാതെ അതിലുള്ള വിശ്വാസമല്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്. ക്രിസ്ത്യൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വിശ്വാസമല്ല, മറിച്ച് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അവിടെ ബ്രിട്ടീഷേഴ്സിൻ്റെ ആ വേ ഓഫ് ലിവിങ് ആണ്. അത് കണ്ടിട്ടാണ് ഇദ്ദേഹം കൺവേർട്ട് ചെയ്യുന്നത് 1840. അപ്പോൾ ഇദ്ദേഹത്തിന് ഒത്തിരി ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികളാണ് ഈ ബ്രിട്ടീഷേഴ്സ് എന്നും കൂടെ നമുക്ക് എടുത്ത് പറയാം. ഓക്കെ, അവരുടെ മോഡേൺ വേ ഓഫ് ലിവിങ് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദത്ത്. പിന്നെ ഇദ്ദേഹത്തിനൊരു മറ്റൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്ക്. The conversion resulted parents angry and they did not support him. When he understood that financially he needed to be stable to live forward, he himself took courage and studied at Bishop's College till 1847. He had some Tamilian friends and moved to Madras. He joined as a tutor in an orphan asylum. From there he married Rebecca M.C. Tavish. They had 4 children and lived happily. He continued writing and some of his writings appeared in the Madras Circulator under the name of Timothy Penpoem. അങ്ങനെ ദത്ത് കൺവേർട്ട് ചെയ്തു ഹിന്ദുയിസത്തിൽ നിന്നും ക്രിസ്ത്യൻസിലോട്ട്. അങ്ങനെ ക്രിസ്ത്യാനിറ്റി സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പാരൻസ് വെറുതെ ഇരിക്കുമോ? ഒരിക്കലും ഇല്ല. അവർക്ക് ദേഷ്യം വന്നു. അവർ പിന്നെ അവനെ സപ്പോർട്ട് ചെയ്യണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു സ്റ്റുഡൻ്റാണ്. ഇദ്ദേഹം ഒരു സ്റ്റുഡൻ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാതായപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആകെ കാര്യങ്ങളൊക്കെ തകരാറിലായോണായി. ഇനിയിപ്പോൾ എങ്ങനെ പഠിക്കും, അങ്ങനെ ആകെ ടെൻഷനും കാര്യങ്ങളായിരിക്കെ ഇദ്ദേഹം ബിഷപ്സ് ഹൗസിലേക്ക് മാറുകയാണ്. അവിടുത്തെ ഒരു കോളേജിൽ പഠിക്കാൻ തുടങ്ങി 1847. അങ്ങനെ ബിഷപ്സ് കോളേജിൽ പഠിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിലായി ഇനി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. കാരണം ഫിനാൻഷ്യലി അദ്ദേഹം ഒട്ടും തന്നെ സ്റ്റേബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന കുറച്ച് തമിഴ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരെയും കൂട്ടി മദ്രാസിലോട്ട് അദ്ദേഹം കടക്കുകയാണ്. മദ്രാസിലൊരു ടീച്ചറായിട്ട് ഓർഫൺ അസൈലം, ട്യൂട്ടർ എന്ന് പറയുന്നത് ടീച്ചറായിട്ട് ഓർഫൺ അസൈലത്തിൽ വർക്ക് ചെയ്തു. അങ്ങനെ അവിടെ വെച്ചിട്ട് റെബേക്ക എന്നൊരു പെൺകുട്ടിയെ കാണുന്നുണ്ട്. അവളെ വിവാഹം കഴിക്കുന്നുണ്ട്. അതിൽ അവർക്ക് 4 കുട്ടികൾ ഉണ്ടാകുന്നു. അവരുടെ ജീവിതം സന്തോഷവും സുഖകരമൊക്കെ ആയിരുന്നു. ഓക്കെ, അങ്ങനെ അവിടെ നിന്നുകൊണ്ടും ഇദ്ദേഹം റൈറ്റിങ്സിനൊന്നും ഒരു കുറവും വരുത്തിയില്ല. അദ്ദേഹം എഴുതി തന്നെ ഇരുന്നു. അദ്ദേഹം എവിടെ പോയാലും അവിടെയൊക്കെ വെച്ച് ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് നിർത്തുന്നില്ല. ഓക്കെ, അങ്ങനെ എഴുതി അദ്ദേഹത്തിൻ്റെ കുറച്ച് മദ്രാസ് സർക്കുലേറ്ററിൽ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് റൈറ്റിങ്സൊക്കെ പബ്ലിഷ് ചെയ്തു. ടിമോത്തി പെൻപോയം എന്നുള്ള പേരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സൊക്കെ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇനിയുണ്ട് കുറച്ച്. ഞാൻ പറയുകയാണ്, ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുകയാണ്. ഇദ്ദേഹം മധുസൂദനൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെയൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദു കോളേജ് ഓഫ് കാൽക്കറ്റയിൽ ഒരു സ്റ്റുഡൻ്റായിട്ട്, അതും ഡെറോസിയോയ്ക്ക് ശേഷം ഒരു സ്റ്റുഡൻ്റായിട്ട് അവിടെ വരികയാണ്. ഡെറോസിയോ എന്ന് പറയുന്നത് ഓൾറെഡി അവിടെ നിന്നും പോയിട്ടുള്ളൊരു അധ്യാപകനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൻ്റെ സ്റ്റൈല് തന്നെയാണ് ദത്തിനും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഒത്തിരി പേര് ഇദ്ദേഹത്തിനെ സഹായിക്കാണ്ട്, എസ്പെഷ്യലി റോബർട്ട്സൺ ഇദ്ദേഹത്തിൻ്റെ സഹായത്തിനായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇദ്ദേഹം കൺവേർട്ട് ചെയ്യുന്നുണ്ട് ക്രിസ്ത്യാനിറ്റിയിലോട്ട്. അങ്ങനെ ക്രിസ്ത്യാനിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സിൻ്റെ വേ ഓഫ് ലിവിങ് ഇദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്തിട്ടാണ്. ഇത് മുഖേന അദ്ദേഹത്തിൻ്റെ പാരൻസിന് ദേഷ്യം വരുന്നു. ഇദ്ദേഹത്തിന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാതെ ആകുകയാണ്. അങ്ങനെ ഫിനാൻഷ്യലി ഒരു സപ്പോർട്ടും കിട്ടാതെ ആയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തമിഴ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇദ്ദേഹം മദ്രാസിലോട്ട് കടക്കുന്നു. അവിടെ ഒരു ട്യൂട്ടറായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റെബേക്ക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലാവുന്നു. അവളെ കല്യാണം കഴിക്കുന്നു. അതിലവർക്ക് 4 മക്കളുണ്ടാകുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് ടിമോത്തി പെൻപോയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു സമ്മറി. ഓക്കെ, ഇനി ലെറ്റ്സ് കണ്ടിന്യൂ. ഇൻ കാൽക്കട്ട he had written shorter poems, but in Madras he began writing longer poems, such as Visions of the Past and The Captive Lady.
His short poems were the simple feelings and emotions. His sonnets were connected with ordinary situations of life which happened in his life. In his long poem, he expresses feelings and ideas that are connected with each other. It was the expression of his conversion and the attitude of his past life. He tried to express the circumstances of fight for rationality and why he moved away from the Hindu life to Christianity. At the same time, he composed a few prose also. ഇത്രയും നേരം നമ്മൾ കഥ പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു പോയി. ഇനി നമുക്ക് കുറച്ച് പഠിക്കാനാണുള്ളത്. കൽക്കട്ടയിൽ വെച്ച് ഇദ്ദേഹം ഷോർട്ടറായിട്ടുള്ള ചെറിയ ചെറിയ പോയംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതേസമയം കൽക്കട്ടയിൽ നിന്നും ഇദ്ദേഹം മദ്രാസിലോട്ട് പോയി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മദ്രാസിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് ഒന്ന് മാറി. ലോങ്ങർ പോയംസ് അദ്ദേഹം എഴുതാൻ തുടങ്ങി. അപ്പോൾ അതിൽ എടുത്തു പറയാനുള്ള 1-2 പോയംസിൻ്റെ പേരുകൾ മാത്രമേ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളൂ. കൂടുതൽ വേണമെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള 2 പോയംസിൻ്റെ പേരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വിഷൻസ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് ദ ക്യാപ്റ്റീവ് ലേഡി. അതുപോലെ ഷോർട്ട് പോയംസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ ഉള്ളതായിരുന്നു ഷോർട്ട് പോയംസ്. അത് കൽക്കട്ടയിൽ വെച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് കൂടുതലായിട്ടും. അപ്പോൾ അതൊക്കെ കുറേ ഫീലിങ്സിനെ കുറിച്ചിട്ടും ഒക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇദ്ദേഹം എഴുതിയിട്ടുള്ള സോനറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ലൈഫ് സിറ്റുവേഷൻസിനെ കുറിച്ചിട്ട്, ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ഓരോ അനുഭവങ്ങളെ കുറിച്ചിട്ട് ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സോനറ്റ്സിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ലോങ് പോയംസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് എഴുതിയിട്ടുള്ളത് മദ്രാസിൽ വെച്ചിട്ടാണെന്നും പറഞ്ഞു. അത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫീലിങ്സും അതുപോലെ ഐഡിയാസൊക്കെയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇറ്റ് വാസ് ദ എക്സ്പ്രഷൻ ഓഫ് ഹിസ് കൺവേർഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഹിസ് പാസ്റ്റ് ലൈഫ്. ഈ മദ്രാസിൽ എത്തിയതിന് ശേഷം ഇദ്ദേഹം ലോങ് പോയംസ് എഴുതാൻ തുടങ്ങി. അവിടെ ലോങ് പോയംസ് എഴുതാൻ തുടങ്ങിയപ്പോൾ മെയിനായിട്ട് കണ്ടൻറ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൺവേർഷനെ കുറിച്ചിട്ടായിരുന്നു. ഹിന്ദുയിസത്തിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിലോട്ടുള്ള കൺവേർഷനെ കുറിച്ചിട്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നുപോയ സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള പോയംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്രിസ്ത്യാനിലോട്ട് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ഹിന്ദു ലൈഫിൽ അദ്ദേഹം കണ്ടിരുന്ന സൂപ്പർസ്റ്റിഷൻസ്, ഇതൊക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പോയിൻറ്റ്സൊക്കെ തന്നെയാണ് ആദ്യം വരുന്നത്. പിന്നെ ഇതിനിടയിൽ കുറച്ച് പ്രോസും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഷോർട്ട് പോയംസ് എഴുതിയിട്ടുണ്ട്, ലോങ്ങർ പോയംസ് എഴുതിയിട്ടുണ്ട്, സോനറ്റ്സ് എഴുതിയിട്ടുണ്ട്, അതുപോലെ പ്രോസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒക്കെ ഒന്ന് വേർതിരിച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് പഠിക്കാനായിട്ട്. All these poems were written in English prose pieces. Among the prose pieces, the most important essay was The Anglo-Saxon and the Hindus. It was actually began with a talk. Later, it was written as a book. സാധാരണ സംസാരിക്കുന്ന രീതിയിലായിരുന്നു ദ ആംഗ്ലോ സാക്സൺ ആൻഡ് ദ ഹിന്ദുസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്സേ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് അത് ഒരു ബുക്കായിട്ട് ഇംഗ്ലീഷ് പ്രോസ് പീസസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമായിട്ട് മാറിയിട്ടുള്ളത്. ഈ ദി ആംഗ്ലോ സാക്സൺ ആൻഡ് ദ ഹിന്ദുസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ എഴുതി അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. Michael Madhusudanan lost his parents and he received a message from his friends that his family inheritance will be taken over by his cousins. Immediately he left Madras and reached Calcutta, leaving his wife Rebecca and children at Madras. He married a second time and had 3 children. For the sake of property, he visited his hometown, Sagadani. He felt a longing for his culture. Thus, he began writing in Bengali. He had completed 10 works in Bengali such as Sharmishta, Padmavati, etc. ഇനി ആദ്യം നമ്മൾ ഇതിൻ്റെ സ്റ്റോറിയിലോട്ട് തന്നെയാണ് കിടക്കുന്നത്. മൈക്കിൾ മധുസൂദനൻ്റെ ലൈഫിൻ്റെ ആ ഒരു സ്റ്റോറി നമ്മൾ പറഞ്ഞു നിർത്തിയല്ലോ, അവിടെ നിന്ന് കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ 2 പേരും മരിച്ചതിന് ശേഷം അദ്ദേഹത്തിനൊരു മെസ്സേജ് കിട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന്. ഇങ്ങനെയാണ് അവർ പറയുന്നത്, നിങ്ങളുടെ കസിൻ
ദത്തിൻ്റെ കസിൻസ് അവിടെയുള്ള പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടല്ലോ, ആ പ്രോപ്പർട്ടിയൊക്കെ കസിൻസാണ് ഇനി എടുക്കാൻ പോകുന്നത്. മീൻസ് പേരൻസ് അവർക്കാണ് കൈമാറിയിരിക്കുന്നത് എന്നൊക്കെ ഒരു ന്യൂസ് കിട്ടുകയാണ്. ന്യൂസ് കിട്ടിയ പാടെ ഇദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കറ്റ മദ്രാസ് വിട്ട് കൽക്കറ്റയിലോട്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് റെബേക്കേനെയോ കുട്ടികളെയോ ഒന്നും എടുക്കുന്നില്ല. അവരൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഇദ്ദേഹം തിരിച്ചു പോകുന്നത്. ഇനി അവിടെ എത്തിയതിന് ശേഷം കൽക്കറ്റയിൽ എത്തിയതിന് ശേഷം അദ്ദേഹത്തിന് അവിടെ എന്തോ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിനോടൊക്കെ തോന്നുകയാണ്. അങ്ങനെയാണ് ബംഗാളിയോടുള്ളൊരു പ്രത്യേക ഒരു സ്നേഹം തോന്നിയിട്ട് അദ്ദേഹം ബംഗാളി ലാംഗ്വേജിൽ പിന്നെ പോയംസൊക്കെ എഴുതാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ വെച്ച് അദ്ദേഹം ഒരു സെക്കൻഡ് മാരേജ്, രണ്ടാമതൊന്ന് വിവാഹം കഴിക്കുന്നുണ്ട്. ആ വിവാഹത്തിൽ 3 കുട്ടികളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനായിട്ട് ഇതിൽ 10 വർക്ക്സ് ഉണ്ട്. ബംഗാളിയിൽ 10 വർക്കുകളുണ്ട്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് വായിക്കാൻ തന്നെ കിട്ടുന്നില്ലായിരുന്നു ആ വർക്ക്സുകൾ. അത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടി വരും. ഓക്കെ, ഞാൻ എല്ലാം ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. 10 വർക്ക്സ് ഉണ്ട് അതിൽ. ഓക്കെ. In 1862, Michael Madhusudanan set sail for England. It was a long dream fulfilled. He went to London in order to take a trainer as a barrister. Though he faced many financial hardships, he survived and qualified as barrister at law in 4 years. Wherever he was, he continued to write. It may be in England or France. He wrote a number of sonnets, among which Banga Bhasha tells a dream in which his muse advised him to give up his beggar's garment and recover the mass of jewels in mother's lap. All these were written in Bengali. ദത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഇംഗ്ലണ്ടിൽ പോവുക എന്ന് പറയുന്നതും, അതുപോലെ ഒരു ബാരിസ്റ്ററായിട്ട് അദ്ദേഹത്തിനൊരു എന്താ പറയുക, അത് ബാരിസ്റ്ററായി പഠിച്ച് അതിൻ്റെ ഒരു ട്രെയിനിങ് ഒക്കെ ഇംഗ്ലണ്ടിൽ വെച്ച് നടത്തണം എന്നുള്ളത് ഒരു കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഡ്രീം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് ഇവിടെ തിരിച്ച് മദ്രാസിൽ നിന്നും കൽക്കട്ടയിലോട്ട് പോയതിന് ശേഷം 1862 ആയപ്പോൾ അത് നടപ്പിലായി. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടി ഇംഗ്ലണ്ടിൽ പോകാനും അങ്ങനെ ബാരിസ്റ്ററായിട്ട് ട്രെയിനർ ആവാനായിട്ടും അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷെ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് അത് എളുപ്പമൊന്നും അല്ലായിരുന്നു കാര്യങ്ങൾ. ധാരാളം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ കാര്യമെന്ന് പറയാനായിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അത്രയും ബുദ്ധിമുട്ടിയത്. പിന്നെ 4 വർഷത്തിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം ഒരു ബാരിസ്റ്ററൊക്കെ ആയിട്ട് ട്രെയിനറായി മാറുന്നത് തന്നെ. ഓക്കെ, ഇനി അദ്ദേഹം എവിടെയായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് റൈറ്റിംഗ് ആണ്. അതിപ്പോൾ ഇംഗ്ലണ്ടിലാണോ ഫ്രാൻസ് ആണോ എന്നൊന്നുമില്ല, എവിടെയാണെങ്കിലും അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു. ധാരാളം സോനറ്റ്സ് എഴുതിയിട്ടുണ്ട്. അതിലെടുത്തു പറയുന്നതാണ് ബാങ്ക ഭാഷ. അതിൽ എന്തിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഇൻസ്പിറേഷൻ കിട്ടുകയാണ്. ഇനി ബെഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിച്ചക്കാരുടെ ഗാർമെൻറ്റ് അല്ലെങ്കിൽ വസ്ത്രമൊക്കെ ഊരി കളഞ്ഞിട്ട് അമ്മയുടെ മടിയിൽ കിടക്കാനായിട്ട് ഓക്കെ, മാസ് ഓഫ് ജ്വൽസ് ഇൻ മദേഴ്സ് ലാപ്പ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതൊക്കെ അദ്ദേഹം എഴുതിയത് പക്ഷേ ബംഗാളി ലാംഗ്വേജിലാണെന്ന് മാത്രം. അവിടെ നോട്ട് ചെയ്യേണ്ടത് ഇത് തന്നെയാണ് കേട്ടോ, മാസ് ഓഫ് ജ്വൽസ് ഇൻ മദേഴ്സ് ലാപ്പ്. ഓക്കെ, അതിന് മുന്നുള്ള ആ ഒരു വേർഡിങ്സും വേണം. ടു ഗിവ് അപ്പ് ഹിസ് ബെഗേഴ്സ് ഗാർമെൻറ്റ് ആൻഡ് റിക്കവർ ദ മാസ് ഓഫ് ജ്വൽസ് ഇൻ മദേഴ്സ് ലാപ്പ് അണ്ടർലൈൻ ചെയ്തിരുന്ന് പഠിക്കണം. പിന്നെ അത് എഴുതിയിട്ടുള്ളത് ബംഗാളി ലാംഗ്വേജിലാണ് എന്ന് എടുത്തു പറയണം. ഫൈനൽ പാരഗ്രാഫിലോട്ട് കടക്കുകയാണ്. ഈ ഫൈനൽ പാരഗ്രാഫിലോട്ട് കടക്കുന്നതിനെക്കാട്ടിലും മുന്നേ ഞാനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ, അതുപോലെ ലൈക്ക് ചെയ്യണം. അത് എൻ്റെ ചാനലിൻ്റെ ഗ്രോത്തിനൊരു സപ്പോർട്ടായിരിക്കും. ഓക്കെ, in 1867 he returned back to Calcutta. He was addicted to alcohol. He spent more than earning. However, he managed to register as a barrister. He was forced to abandon his profession due to the addiction with alcohol. Thus, he took up the post of examiner of the Privy Council Records in the High Court of Calcutta. In 1872, he returned to a legal practice. With this, he continued to write in Bengali.
He wrote during this period Homer's Iliad and sundry songs. By the end of that year, Michael Madhusudanan was severely sick, which affected his wife also. In June 1873, both of them were died. അദ്ദേഹം തിരിച്ച് കൽക്കറ്റയിലോട്ട് 1867 വരികയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ദുശീലം എന്ന് പറയുന്നത് ആൽക്കഹോൾ തന്നെയായിരുന്നു. ആൽക്കഹോളിന് അഡിക്റ്റഡ് ആയിട്ട് അദ്ദേഹം ധാരാളം ദൂർത്തടിച്ച് പോയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഫിനാൻഷ്യലി സപ്പോർട്ടില്ലാത്തതുകൊണ്ട് ഒത്തിരി നിരാശയൊക്കെ ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം കൂട്ടി വെക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ, അല്ലെങ്കിൽ സമ്പാദിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ചിലവായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ജീവിതത്തിൽ തന്നെ ആകെ ഒരു തളർന്നിട്ടിയ അവസ്ഥയാണ് ഈ ആൽക്കഹോൾ അഡിക്റ്റൊക്കെ ആയിട്ട് നടന്നിരുന്ന ആ സന്ദർഭങ്ങളും സമയവും എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം ബാരിസ്റ്ററായിട്ട് അദ്ദേഹം ഇതിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയെങ്കിൽ പോലും അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം ആ ഒരു പ്രൊഫഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഇതിൻ്റെ ആൽക്കഹോൾ അഡിക്ഷൻ തന്നെയാണ്. പിന്നീട് പക്ഷേ അദ്ദേഹം ഹൈക്കോർട്ട് ഓഫ് കാലിക്കറ്റയിൽ ഒരു പോസ്റ്റ് ഓഫ് എക്സാമിനറിൻ്റെ ഒരു ഡ്യൂട്ടിയൊക്കെയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് 1872. ഇങ്ങനെ പറയുന്ന ഓരോ എല്ലാ ഡേറ്റ്സ് ഒന്നും ചിലപ്പോൾ ഓർമ്മ വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും ഓർമ്മയുള്ള ഡേറ്റ്സുകളൊന്നോ രണ്ടോ അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതൊന്ന് പഠിക്കണം. ഓക്കെ, ഈ 1872 അദ്ദേഹം ബംഗാളി ലാംഗ്വേജിൽ എഴുതുകയാണ് ചെയ്യുന്നത്. അത് ലീഗൽ പ്രാക്ടീസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അതിൽ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത് ഈ 2 പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള 2 വർക്ക്സാണ് ഹോമേഴ്സ് ഇലിയാഡ് ആൻഡ് സൺഡ്രൈ സോങ്സ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം സിവിയർലി അദ്ദേഹത്തിന് ഒരു രോഗം പിടിപെടുകയാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വൈഫിനും. അങ്ങനെ അവർ ജൂൺ മാസം 1873 2 പേരും മരിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മളുടെ മൈക്കിൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്, ദത്തിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഇനിയുണ്ട് നമുക്ക്. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. സോ താങ്ക് യു for watching.